ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യം ആലോചിച്ച് പറയാമെന്ന് കൊട്ടാരം പ്രതിനിധികൾ അറിയിച്ചെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. പന്തളം കൊട്ടാരവുമായി ദേവസ്വം ബോർഡിന് നല്ല ബന്ധമാണുള്ളതെന്നും ശബരിമലയുടെ വികസനത്തിനൊപ്പമാണ് പന്തളം കൊട്ടാരമെന്നും PS പ്രശാന്ത് പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പരിപാടി വയ്ക്കുമ്പോൾ സ്വാഭാവികമായും അവരെ ക്ഷണിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നു, ക്ഷണിച്ചു. അവർ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ പൂർണ്ണമായ പിന്തുണ നമുക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ അവർ കൂടിയാലോചിച്ച് പറയുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ശബരിമലയുമായി ബന്ധപ്പെട്ടും പന്തളം രാജകുടുംബവുമായി ബന്ധപ്പെട്ടും യാതൊരു കൺഫ്യൂഷനും ഇല്ല. അവർ കൃത്യമായി ആ കാര്യങ്ങളിൽ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സുജു ടി ബാബു കൂടി ചേരുകയാണ്. സുജു ടി ബാബു, ശബരിമലയുടെ വികസനത്തിന് വേണ്ടി, അത് മാത്രമല്ല എല്ലാ സാമുദായിക സംഘടനകളും, പ്രബലവും പ്രമുഖവുമായ എല്ലാ സാമുദായിക സംഘടനകളും പിന്തുണ അറിയിച്ച ഒന്ന്, അതിനെതിരെയാണ് ചില നീക്കങ്ങൾ BJPയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് പന്തളം കൊട്ടാരത്തിൻ്റെ പിന്തുണ കൂടി ദേവസ്വം ബോർഡ് ഉറപ്പാക്കുന്നത്. സുജു, എന്തൊക്കെയാണ് പ്രസിഡന്റ് പറഞ്ഞത്? തീർച്ചയായിട്ടും അജിംഷ, അത് തന്നെയാണ് ഈ കാര്യത്തിൽ ബോർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിട്ടുണ്ട്. പന്തളം കൊട്ടാരത്തിനെ ഇന്ന് ഔദ്യോഗികമായി ക്ഷണിക്കാനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും ബോർഡ് മെമ്പറും അജി മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയത്. അവർ ചർച്ചയ്ക്ക് ശേഷമാണ് മാധ്യമങ്ങളെ കണ്ട. കാര്യത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞത് പന്തളം കൊട്ടാരം ദേവസ്വം ബോർഡിനൊപ്പമാണ്. വികസന കാര്യങ്ങളും ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും വലിയ പിന്തുണയാണ് പന്തളം കൊട്ടാരം നൽകുന്നത്. അതുമായി ദേവസ്വം ബോർഡുമായിട്ട് വിശേഷാൽ ഇപ്പോഴുള്ള ഭരണസമിതിയായിട്ടും നല്ല സഹകരണമാണെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ കൂടിയാലോചനയ്ക്ക് ശേഷം അറിയിക്കാമെന്നാണ് പന്തളം കൊട്ടാരം പ്രതിനിധികൾ അറിയിച്ചു എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞത്. അതുതന്നെയാണ് പിന്നീട് കൊട്ടാരത്തിൻ്റെ പ്രതിനിധികൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അവരും അറിയിച്ചൊരു കാര്യം ഇതാണ്. കൂടിയാലോചനയ്ക്ക് കൊട്ടാരത്തിലെ മുതിർന്ന ആളുകളുമായി, ഇതുമായി ബന്ധപ്പെട്ട ഇത്തരം ചുമതല വഹിക്കുന്ന ആളുകളുമായി ആലോചിച്ച ശേഷം ഒരു തീരുമാനം കൈക്കൊള്ളാമെന്ന് പറഞ്ഞു. എന്തായാലും പന്തളം കൊട്ടാരത്തിലേക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ക്ഷണിക്കാനെത്തുമ്പോൾ ചില വാർത്തകൾ കൊട്ടിഘോഷിക്കാമെന്ന് കരുതിയ ആളുകൾക്കൊക്കെ തിരിച്ചടിയാണ്. കാരണം വളരെ സൗഹൃദപരമായ സംഭാഷണവും സന്ദർശനമെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും മടങ്ങിയത്. തീർച്ചയായും അതുപോലെ തന്നെ ഈ പന്തളം കൊട്ടാരത്തിൻ്റെ പിന്തുണ ലഭിച്ചു. അത് ഒരുപക്ഷെ പോസിറ്റീവായ കാര്യമായി തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇനിയുള്ള നിലപാടിൽ ഉള്ള പ്രതീക്ഷയും ആ അർത്ഥത്തിൽ അറിയിക്കുകയാണ്. അപ്പം വിഭജിച്ച് മാറി നിൽക്കേണ്ടതില്ല. കാരണം NSS, SNDP, KPMS അടക്കമുള്ള എല്ലാ സാമുദായിക സംഘടനകളും, കാരണം ശബരിമലയുടെ വികസനമാണല്ലോ ഇവിടെ PS പ്രശാന്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ശബരിമലയുടെ വികസനം അതിൽ അസ്വസ്ഥതപ്പെടുന്നത് എന്തിനാണ് ചില കോണുകൾ എന്ന് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല കേരളത്തിൻ്റെ ഇപ്പോൾ തമിഴ്നാടിന് മുരുകൻ, ആന്ധ്രയ്ക്ക് തിരുപ്പതിയപ്പന് എന്ന് പറയുന്നത് പോലെ ഒരു പ്രതീകമാണ് കേരളത്തിൻ്റേത് ശബരിമലയും അയ്യപ്പനും. അപ്പോൾ ആ അയ്യപ്പ സംഗമം ആ അർത്ഥത്തിൽ ശബരിമലയുടെ വികസനമാണ് സാധ്യമാക്കുന്നത്. ഒരിക്കൽ കൂടി ദേവസ്വം ബോർഡ് അരക്കിട്ടുറപ്പിക്കുകയാണ്, അത് പറയുകയാണ്. അതിൽ അസ്വസ്ഥപ്പെടുന്ന കോണുകളെ കൃത്യമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. സുജു ടി ബാബു. തീർച്ചയായിട്ടും അങ്ങനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ചോദിക്കുന്നുണ്ട്, ശബരിമലയ്ക്ക് ഏതെങ്കിലും തരത്തിൽ പണം ലഭിക്കുന്നതിൽ എന്തിനാണ് അസ്വസ്ഥരാകേണ്ടത്? കാരണം കൃത്യമായിട്ട് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ 3000-ഓളം പ്രതിനിധികളാണ് പങ്കെടുക്കുക. 250-ഓളം വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാം ശബരിമലയെ സംബന്ധിച്ചോളം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമോ ക്ഷേത്രമോ വിശ്വാസമല്ല. അത് കേരളത്തിന് പുറത്ത്, പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന എന്നൊക്കെ തന്നെ ധാരാളം തീർത്ഥാടകരാണ് ശബരിമലയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ അസ്വസ്ഥരാകുന്നൊരു കൂട്ടരുണ്ട്. പ്രധാനമായി അത് കാരണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലയളവിൽ ഒരു പരാതിയോ പരിഭവമോ, പേരിന് പോലും ഒരു പരാതിയോ പരിഭവമോ ഉന്നയിക്കാൻ ആർക്കും സാധിച്ചിരുന്നില്ല. പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ അംഗീകരിച്ച ഒരു ഇടപെടലും സർക്കാരിൻ്റെ. ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് ശബരിമലയിൽ മുൻകാല അനുഭവങ്ങളിൽ പലപ്പോഴും അവിടുത്തെ ക്രൗഡ് മാനേജ്മെൻറ്റ് പ്രശ്നമാകാറുണ്ട്. ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പാക്കേണ്ടതുണ്ട്. ശബരിമല പിൽഗ്രിം ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു 3 സെഷനായി വലിയ ചർച്ചകളാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ വിശ്വാസികളായ ആളുകൾ പങ്കെടുത്തുകൊണ്ട് അത്തരം കാര്യങ്ങൾ നടത്തുന്ന ശബരിമലയുടെ വികസനം ഉറപ്പാക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് നടത്തുന്ന ദേവസ്വം ബോർഡാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായിട്ട് 75 വർഷം പൂർത്തിയാക്കണം. ആ ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് നടത്തുന്ന ആ പരിപാടിക്ക് സർക്കാരിൻ്റെ പിന്തുണയാണ്. അവിടെയാണ് ചില ആളുകൾ പ്രത്യേകിച്ച് RSS നേതൃത്വത്തിൽ ഒരു ബദൽ സംഗമം സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിനെക്കുറിച്ചും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നുണ്ട്. ആർക്കും ജനാധിപത്യ രാജ്യമാണ്, ആർക്കും ഏത് സംഗമവും നടത്താം. എന്നാൽ ഇവിടെ ഈ ആഗോള അയ്യപ്പ സംഗമം ആരുടെയെങ്കിലും തിട്ടൂരമനുസരിച്ചോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വരയ്ക്കുന്ന
ഗ്രാഫ് അനുസരിച്ച് നടത്താൻ പറ്റില്ല. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വ്യക്തമായ പ്ലാനുണ്ട്. അതിൽ രാഷ്ട്രീയം കലർത്താനും അതിൽ വിവാദങ്ങൾ സൃഷ്ടിക്കാനുള്ളവർക്കെതിരെ കർശന താക്കീതും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് നൽകുന്നുണ്ട്. അത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. അതിന് സർക്കാർ പൂർണ്ണ പിന്തുണയാണ്. CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദ മാസ്റ്ററും ദേവസ്വം ബോർഡിൻ്റെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് വിശ്വാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഇത്തരം നടപടികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അജിംഷാദ. ശരി സുജു ടി ബാബുവാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.